പോക്കോയുടെ പോക്കോ M7 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M7 5G എന്നുള്ള ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.88 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ചില 5G ഫോണുകളിലൊക്കെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G35 5Gയിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വരുന്നില്ല. പക്ഷേ 10,000 രൂപയ്ക്ക് താഴെ അത് വലിയൊരു നെഗറ്റീവായിട്ട് പറയാനും പറ്റില്ല. പിന്നെ IPS LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ വരുന്നുള്ളൂ, പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല 5G ഫോണുകളിലും നമുക്ക് പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പഞ്ചോൾ ഡിസൈനെങ്കിലും കൊടുക്കായിരുന്നു. അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് 5G ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ് എന്നും പറയേണ്ടി വരും. ഇപ്പം ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും ഒരുമിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൽ വരുന്ന പഞ്ചോൾ ഡിസൈനെങ്കിലും എക്സ്ട്രാ കൊടുക്കായിരുന്നു. അതും ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഇതിൽ വരുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 205 ഗ്രാം ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.22 mm ആണ്. IP52 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ സാറ്റിൻ ബ്ലാക്ക്, മിന്റ് ഗ്രീൻ, അതുപോലെ തന്നെ ഓഷ്യൻ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 7ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതല്ലാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല 5G ഫോണുകളിലും നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. എന്നാലും അത് വലിയൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഹൈപ്രോസ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഒരു AI സെൻസറാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5160 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഫോണിന്റെ ബോക്സിൽ 33 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. എന്നാലും മാക്സിമം ഇതിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുള്ളൂ. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാം. അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷന്റെ വില വരുന്നത് 9,999 രൂപയാണ്. 8GB റാം വെർഷന്റെ വില വരുന്നത് 10,999 രൂപയാണ്. പിന്നെ ഇത് ഇനീഷ്യൽ ഓഫറാണ്. അപ്പം ഈ ഒരു ഓഫർ കഴിഞ്ഞാൽ ഒരു 500 രൂപ 2 വെർഷൻസിനും കൂടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും ഈ ഫോൺ ലഭിക്കുക. പിന്നെ മാർച്ച് 7 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിന്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് താഴെ പോക്കോയുടെ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, കോമ്പറ്റീഷനും കുറച്ച് ടൈറ്റാണ്. ഇപ്പം മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് മോട്ടോ G35 5G ഒക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും സ്റ്റീരിയോ സ്പീക്കേഴ്സും പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സർ വരുന്നില്ല. അതുപോലെ തന്നെ ഇൻഫിനിക്സിന്റെ ചില 5G ഫോണുകളും അതുപോലെ തന്നെ ടെക്നോയുടെ 5G ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ടെക്നോ പോപ്പ് 9ഉം ഇൻഫിനിക്സ് ഹോട്ട് 50 ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലൊക്കെ ആണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഫോണുകളും ഓപ്ഷനിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്.
അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗണിന്റെ അല്ലെങ്കിൽ പോക്കോയുടെ ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് തന്നെയാണ്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.